സമകാലിക രാഷ്ട്രീയ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ, പ്രത്യേകിച്ച് സമകാലിക കേരള രാഷ്ട്രീയം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ SNDP യോഗത്തിൻ്റെയും NSSൻ്റെയും നിലപാടിൽ വന്ന ചില മാറ്റമാണ്. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു വേലിയേറ്റത്തിൽ അനായാസമായിട്ട് അധികാരത്തിൽ വരാം. അദ്ദേഹത്തിൻ്റെ പ്രമേയം പാർട്ടി കോൺഗ്രസ് പാസ്സാക്കുകയും ചെയ്തു. അത് വളരെ 2025 സെപ്റ്റംബർ 25 മനോരമയിലും മാതൃഭൂമിയിലും വന്ന വാർത്തകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താനും അതിനെക്കുറിച്ചുള്ള എൻ്റെ ചില നിഗമനങ്ങളും വിശകലനവും പറയുവാനുമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മാതൃഭൂമിയുടെ ഒന്നാമത്തെ പേജിൽ വലിയ പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നത് NSSൻ്റെ നിലപാടിലുണ്ടായ മാറ്റമാണ്. ഒപ്പം അതിനെ പിന്തുണച്ചുകൊണ്ടുള്ള SNDPയുടെ നിലപാടും ആ പത്രം വലിയ പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുണ്ട്. ആറാമത്തെ പേജിൽ സുകുമാരൻ നായരുടെ ഒരു അഭിമുഖം വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെയും അഭിമുഖം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് സമുദായ നേതാക്കന്മാരുടെ അഭിമുഖം, ശ്രീ സുകുമാരൻ നായരുടെയും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെയും അഭിമുഖങ്ങൾ ആണ് ആറാമത്തെ എഡിറ്റോറിയൽ പേജിൽ കൊടുത്തിരിക്കുന്നത്. മനോരമയെ സംബന്ധിച്ചിടത്തോളം മനോരമയുടെ 7ാമത്തെ പേജിലാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്. അതിൽ ശ്രീ സുകുമാരൻ നായരുടെ അഭിമുഖമാണ് കൊടുത്തിരിക്കുന്നത്. ഒപ്പം മാതൃഭൂമിയുടെ 7ാമത്തെ പേജിൽ വളരെ ചെറിയ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. അത് CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസ് ചാണ്ഡിഗഡിൽ നടക്കുകയാണ്. ആ ചാണ്ഡിഗഡിൽ നടന്ന പാർട്ടി കോൺഗ്രസ്സിൽ VS സുനിൽകുമാർ അവതരിപ്പിച്ച ഒരു പ്രമേയമാണ്. VS സുനിൽകുമാറിൻ്റെ പ്രമേയത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് സാമ്പത്തിക സംവരണം എന്ന ആശയം CPIയുടെ പാർട്ടി പരിപാടിയിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പ്രമേയം പാർട്ടി കോൺഗ്രസ് പാസ്സാക്കുകയും ചെയ്തു. അത് വളരെ ചെറിയൊരു വാർത്തയായിട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും ആ വാർത്തയ്ക്ക് ഒരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ. അതിലേക്ക് പിന്നീട് വരാം. എന്തായാലും ശരി, സമകാലിക രാഷ്ട്രീയ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ, പ്രത്യേകിച്ച് സമകാലിക കേരള രാഷ്ട്രീയം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ വളരെ കലുഷിതമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു വേലിയേറ്റത്തിൽ അനായാസമായിട്ട് അധികാരത്തിൽ വരാം എന്ന കോൺഗ്രസിൻ്റെ സ്വപ്നം അനുദിനം ദുർബലമാകുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ കാരണം SNDP യോഗത്തിൻ്റെയും NSSൻ്റെയും നിലപാടിൽ വന്ന ചില മാറ്റമാണ്. ഇത് ഞാൻ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 1957 തെരഞ്ഞെടുപ്പ് ആണ് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. 1957 കേരളത്തിൽ ഐക്യ കേരളത്തിൽ ആദ്യമായി നടന്ന തെരഞ്ഞെടുപ്പിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷവുമായിട്ട് അധികാരത്തിലെത്തി. അതിനുശേഷം ഇന്ന് വരെ ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമായിട്ട് കേരളത്തിൽ അധികാരത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. മുന്നണി സംവിധാനത്തിലാണ് അധികാരത്തിൽ എത്തിയത്. 1957 അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെ ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം കിട്ടി എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ചില രാഷ്ട്രീയ സാമുദായികമായ ചലനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കാതെ പോയിട്ട് കാര്യമില്ല. 1950 ശബരിമല ക്ഷേത്രം തീവച്ച് നശിപ്പിക്കപ്പെട്ടു. ശബരിമല ക്ഷേത്രം തീവച്ച് നശിപ്പിച്ചത് കാഞ്ഞിരപ്പള്ളിയിലെ പ്രമുഖരായ ചില ക്രൈസ്തവ പ്രമാണിമാരാണ് എന്നുള്ള കാര്യം അക്കാലത്തെ തന്നെ പരസ്യമായ രഹസ്യമാണ്. 57 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അന്ന് മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനം ശബരിമല ക്ഷേത്രം തീവച്ച് നശിപ്പിച്ച സാമൂഹ്യ വിരുദ്ധന്മാരെ കയ്യാമം വെച്ച് തുറുങ്കിലടയ്ക്കും എന്നുള്ളതായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഹിന്ദു വോട്ടുകളുടെ ഒരു ധ്രുവീകരണം അവിടെ ഉണ്ടായി. അപ്പം മറ്റു ചില രാഷ്ട്രീയ സാഹചര്യങ്ങളും ഉണ്ടായി. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം സ്വാതന്ത്ര്യ സമരത്തിൽ കാര്യമായ ഒരു പങ്കും വഹിക്കാതെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരനോടൊപ്പം നിന്നവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് മാറുന്നതാണ് പിന്നെ 47 കഴിഞ്ഞപ്പോൾ കാണാൻ കഴിയുന്നത്. അവരൊക്കെ കോൺഗ്രസ്സിലേക്ക് ഇടിച്ചു കയറി അധികാരത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ എത്താനുള്ള ശ്രമവും ആരംഭിച്ചു. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സിനെ മലയാള മനോരമയും ക്രൈസ്തവ സഭകളും കൂടി ഹൈജാക്ക് ചെയ്തു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. പുതിയ സ്വാതന്ത്ര്യ സമര സേനാനികൾ 47 ശേഷം ഉയർന്നു വന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൈകളിലേക്ക് കോൺഗ്രസ് പോയി. ഇതിനെതിരെ ശക്തമായ പ്രതികരണമാണ് NSSൻ്റെ നേതാവായ സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അദ്ദേഹം അതിനെ ശക്തമായി പ്രതിരോധിച്ചു. 57
കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ നായർ സർവീസ് സൊസൈറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്താങ്ങാൻ തീരുമാനിച്ചു. നായർ സമുദായത്തിലെ ഭൂരിപക്ഷം ആളുകളും കോൺഗ്രസ്സുകാരാണ്. വളരെ ചെറിയൊരു ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. നേരത്തെ തന്നെ ഈഴവ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഈഴവ സമുദായം എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം തന്നെയായിരുന്നു. അവരിലെ ബഹുഭൂരിപക്ഷം ആളുകളും കമ്മ്യൂണിസ്റ്റുകാരും വളരെ ചെറിയൊരു ന്യൂനപക്ഷം കോൺഗ്രസ്സുമാണ്. ഇതാണ് ഈ രണ്ട് സമുദായങ്ങൾ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും സമീപിച്ച അവരുടെ രാഷ്ട്രീയ സമീപനം. ഈ രണ്ട് സമുദായങ്ങൾ ഒന്നിച്ചു വന്നപ്പോൾ ഒരു ഹൈന്ദവ ധ്രുവീകരണമുണ്ടായി. ആ ധ്രുവീകരണത്തിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷവുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്തു. ഏതാണ്ട് സമാനമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് വളരെ സാവധാനം 2026 കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് കോൺഗ്രസിനെ ഇന്ന് ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത് ക്രൈസ്തവ സഭകളേക്കാൾ കൂടുതൽ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത് മുസ്ലിം ലീഗും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമാണ്. ജമാഅത്തെ ഇസ്ലാമിക്കും മുസ്ലിം ലീഗിനും സ്വാധീനമുള്ള ഒരു ഗവൺമെൻറ്റാണ് 2026 വരുന്നത് എന്ന ആശങ്ക ഭൂരിപക്ഷ സമുദായത്തിൻ്റെ മനസ്സിൽ ഉയർന്നു വന്നാൽ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന പോലെ അധികാരത്തിലെത്തുക അത്ര എളുപ്പമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ഹിന്ദു ഐക്യം അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഇടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഐക്യം അതുപോലെ നിലനിർത്താൻ LDFന് കഴിയുമോ എന്നുള്ളതാണ് മറ്റൊരു പ്രസക്തമായൊരു ചോദ്യം. CPMന് കഴിയും, പക്ഷേ CPIക്ക് കഴിയുമോ എന്നുള്ളതാണ് ഒരു പ്രസക്തമായ ചോദ്യം. അതിൻ്റെ കാരണം ഛത്തീസ്ഗഡിൽ നടന്ന സമ്മേളനത്തിൽ VS സുനിൽകുമാർ ഒരു പ്രമേയം അവതരിപ്പിച്ചു. VS സുനിൽകുമാർ അവതരിപ്പിച്ച പ്രമേയത്തിൽ അദ്ദേഹം പറയുന്നത് 50% സംവരണം നിലവിലുണ്ട്, അതിനപ്പുറം പോകുന്ന 50%-ലധികം അധികരിക്കുന്നതാണ് മുന്നോക്ക സമുദായക്കാർക്ക് അല്ലെങ്കിൽ സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാത്തവർ കൊടുത്തിരിക്കുന്ന സംവരണം. അതുകൊണ്ട് 10% സാമ്പത്തിക സംവരണം CPIയുടെ പാർട്ടി പരിപാടിയിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് VS സുനിൽകുമാർ ആവശ്യപ്പെട്ടത്. സാമ്പത്തിക സംവരണത്തെ ആദ്യം മുതൽ വളരെ നഖശികാന്തം എതിർക്കുന്ന ആളാണ് VS സുനിൽകുമാർ. സാമ്പത്തിക സംവരണത്തെ എതിർക്കുന്ന അതുപോലെ ചില ആളുകൾ തീർച്ചയായിട്ടും CPIയിൽ ഉണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. എന്തായാലും ശരി, VS സുനിൽകുമാർ അവതരിപ്പിച്ച പ്രമേയം CPI പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചതോടുകൂടി CPIയുടെ നിലപാട് 10% സാമ്പത്തിക സംവരണം കൊടുത്ത കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിന് വിരുദ്ധമാണ്. 10% എക്കണോമിക്കലി വീക്കർ സെക്ഷന് ഏർപ്പെടുത്തിയ പിണറായി സർക്കാരിൻ്റെയും പ്രഖ്യാപിത നിലപാടിന് CPI എതിരാണ് എന്ന് വളരെ വ്യക്തമാണ്. ഇവിടെ 10% കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയത് കൃത്യമായി പറഞ്ഞാൽ സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാത്ത എല്ലാ വിഭാഗക്കാർക്കും വേണ്ടിയാണ്. അവിടെ ജാതിയും മതവും ഒന്നുമില്ല. മുസ്ലിങ്ങൾക്കൊരു സംസ്ഥാനത്ത് സംവരണമില്ലെങ്കിൽ അവർക്ക് ആ സംവരണം കിട്ടും. ആർക്കൊക്കെ സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഇല്ലാത്തവരായിട്ട് ഇന്ത്യയിലുണ്ടോ അവർക്കെല്ലാവർക്കും കൂടിയാണ് ഈ സാമ്പത്തിക സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. കേരളത്തിലേക്ക് വന്നാൽ ലത്തീൻ കത്തോലിക്കരൊഴിച്ചുള്ള ക്രൈസ്തവരും അതുപോലെ തന്നെ നായർ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളുകളും അടക്കം 164 സമുദായങ്ങൾക്കാണ് ഈ സാമ്പത്തിക സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നത്. VS സുനിൽകുമാറിൻ്റെ മനസ്സിൽ ഏതെങ്കിലും സമുദായത്തോടെ ശത്രുതയുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന സമുദായത്തിനല്ല, 164 സമുദായങ്ങൾക്കാണ് ഈ ആനുകൂല്യം കിട്ടുന്നത്. ഇനി VS സുനിൽകുമാർ ഈ 164 സമുദായം അദ്ദേഹത്തിൻ്റെ വർഗ്ഗശത്രുക്കളാണ് എന്ന് കരുതുന്നതെങ്കിൽ അദ്ദേഹത്തോടെ നമുക്ക് വിയോജിക്കല്ലാതെ വേറെ മാർഗമില്ല. എന്തായാലും ശരി, VS സുനിൽകുമാറിൻ്റെ നിലപാട് CPI അംഗീകരിച്ചതോടുകൂടി CPI ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മാറി. അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ CPI അധപ്പതിച്ചു എന്നുള്ളതാണ് വാസ്തവം. 10% എക്കണോമിക്കലി വീക്കർ സെക്ഷന് പിണറായി വിജയൻ കൊടുത്തത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കുമ്പോൾ ഈ സാമ്പത്തിക സംവരണത്തെ CPI സമീപിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു നിലപാടിലാണ് പിണറായി വിജയൻ സമീപിച്ചത് എന്ന് കാണാം. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടായ വർഗാടിസ്ഥാനത്തിലാണ് ഈ സംവരണത്തെ സമീപിച്ചത്, വർഗീയാടിസ്ഥാനത്തിലല്ല. ഇപ്പോൾ CPI വർഗീയാടിസ്ഥാനത്തിൽ സമീപിക്കുമ്പോൾ CPM ഇതിനെ വർഗാടിസ്ഥാനത്തിലാണ് സമീപിച്ചത്. അതായത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലും അതുപോലെ തന്നെ ദാസ് ക്യാപിറ്റലും ഒക്കെ അടിവരയിട്ട് പറയുന്ന കാര്യം 2 വിഭാഗം മനുഷ്യരേ ഉള്ളൂ ലോകത്ത്. ഒന്ന് ഹാവ്സ്, മറ്റൊന്ന് ഹാവ് നോട്ട്സ്, സമ്പത്തുള്ളവനും സമ്പത്തില്ലാത്തവനും. അപ്പോൾ വർഗാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ സമ്പത്തില്ലാത്തവനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് 10% റിസർവേഷൻ സർക്കാർ ഉദ്യോഗങ്ങളിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, അതായത് സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്നവർക്കാണ് കൊടുത്തൊരു സമുദായത്തിനല്ല കൊടുത്തിരിക്കുന്നത്. സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങളില്ലാത്തവർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിനെ CPI എതിർക്കുന്ന ഏത് അടിസ്ഥാനത്തിലാണ്?
എങ്ങനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിനെ എതിർക്കാൻ കഴിയും എന്നുള്ളത് ഉറക്കെ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. ഇവിടെ മറ്റൊരു വസ്തുത കൂടെ നമ്മൾ ആലോചിച്ച് നോക്കണം. മനോരമ പത്രത്തിലോ അതുപോലെ തന്നെ മാതൃഭൂമി പത്രത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ, 6ാമത്തെ പേജിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ശ്രീ വെള്ളാപ്പള്ളി നടേശന് ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം പറയുന്ന ഉത്തരം 10% സാമ്പത്തിക സംവരണം നൽകണമെന്ന NSSൻ്റെ പ്രഖ്യാപിത നിലപാട് അനുവദിച്ചു കൊടുത്തത് പിണറായി വിജയനല്ലേ? പിന്നെ പിണറായി വിജയനെ പിന്താങ്ങുന്നതിന് NSSന് എന്ത് വൈമുഖ്യമാണ് ഉള്ളത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം തുറന്നു പറഞ്ഞു 10% റിസർവേഷൻ കൊടുത്തിരിക്കുന്നത് പിണറായിയാണ്. പിന്നെന്താണ് NSSും പിണറായിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നതിനകത്ത് വലിയൊരു സാങ്കത്യമുണ്ട്. 2014 ശ്രീ പിണറായി വിജയന് പകരം ശ്രീ ഉമ്മൻചാണ്ടിയോ ശ്രീ രമേശ് ചെന്നിത്തലയോ ആണ് കോൺഗ്രസ് മുഖ്യമന്ത്രിയായി വന്നിരുന്നതെങ്കിൽ അവർക്ക് സാമ്പത്തിക സംവരണം കൊടുക്കാൻ കഴിയുമായിരുന്നു എന്ന് ചോദിച്ചാൽ ലളിതമായ ഉത്തരം കൊടുക്കാൻ പറ്റില്ല എന്നായിരുന്നു. കാരണം മുസ്ലിം ലീഗിൻ്റെ ശക്തമായ സാന്നിധ്യം അവിടുണ്ട്. UDFൻ്റെ പ്രകടന പത്രികയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം നൽകണമെന്ന വാഗ്ദാനം ലീഗിൻ്റെ ഭീഷണിയിൽ മാറ്റിക്കളഞ്ഞവരാണ് UDFകാർ. നമുക്ക് മറക്കാൻ പറ്റുമോ അത്? അപ്പോൾ അതിൻ്റെ പ്രയോജനം കിട്ടുന്നത് ലീഗിന് ഓൾറെഡി മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് സംവരണമുണ്ട്. അവരുടെ സംവരണത്തെ ഇത് ബാധിക്കുന്നില്ല. ഒരു സംവരണത്തെയും ബാധിക്കാത്ത 10% സംവരണമാണ് പാവപ്പെട്ട 164 സമുദായങ്ങളിൽപ്പെട്ടവർക്ക് കൊടുക്കുന്നത്. അത് പറ്റില്ലെന്നായിരുന്നു ലീഗിൻ്റെ നിലപാട്. അതിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്ന കോൺഗ്രസ് പാർട്ടി 2016 അധികാരത്തിൽ വന്നിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽപ്പെട്ട ആളുകൾക്ക് ഈ സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുമായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇത് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശന് ഭംഗ്യന്തരേണ സൂചിപ്പിച്ചത്. ഇത് NSSൻ്റെ പ്രഖ്യാപിതമായ നിലപാട്, സാമ്പത്തിക സംവരണം വേണമെന്നുള്ള നിലപാടിനോട് യോജിച്ച ഒരു നിലപാടല്ലേ ശ്രീ പിണറായി വിജയൻ സ്വീകരിച്ചത്? എന്തുകൊണ്ട് NSS അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇതും സുകുമാരൻ നായരെ പ്രേരിപ്പിച്ച ഒരു ഘടകമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ശരി, ഇവിടെ സുകുമാരൻ നായരുടെ മുന്നിൽ NSSൻ്റെ അല്ലെങ്കിൽ നായർ സമുദായത്തിൽപ്പെട്ട ഒരു നായർ സമുദായ അംഗം എന്ന നിലയിൽ മാത്രമല്ല, NSS നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തൊരു സംഘടനയാണ്. ആ കമ്പനിയിലെ ഒരു ഷെയർ ഹോൾഡറാണ് ഞാൻ എന്ന് പറഞ്ഞാൽ NSSലെ ഒരു വ്യക്തി മെമ്പറാണ് ഞാൻ. അപ്പോൾ ആ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി മെമ്പർ എന്നുള്ള എൻ്റെ നിലപാടിൻ്റെ ലീഗലായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അംഗീകാരത്തിൻ്റെ അടിസ്ഥാനത്തിലും നായർ സമുദായം അംഗം എന്നുള്ളൊരു അടിസ്ഥാനത്തിലും എനിക്ക് ശ്രീ സുകുമാരൻ നായരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ കൊടുക്കുന്ന പിന്തുണ LDFനാണോ അതോ CPMനാണോ? നിങ്ങൾ LDFനെയാണ് പിന്തുണയ്ക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ പ്രഖ്യാപിത നിലപാടുകളോടെ നിങ്ങൾ കാണിക്കുന്ന വഞ്ചനയാണ്. കാരണം സാമ്പത്തിക സംവരണം എന്ന ആശയം ആദ്യം ഉയർത്തിക്കൊണ്ടുവന്നത് മന്നത്ത് പത്മനാഭനാണ്. അതിനുശേഷം ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാനായിട്ട് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി NDP എന്നൊരു പാർട്ടി ശ്രീ കിടങ്ങൂർ ഗോപാലകൃഷ്ണൻ പിള്ള ഉണ്ടാക്കി. ആ പാർട്ടി, അതായത് NDPയെ കാലപുരിക്ക് അയച്ച ആളാണ് NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇപ്പോഴിരിക്കുന്ന ശ്രീ G. സുകുമാരൻ നായർ. പോയിക്കോട്ടെ, NDPയുടെ ലക്ഷ്യം സാമ്പത്തിക സംവരണമായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും ശരി, താങ്കളോട് ചോദിക്കുന്ന ചോദ്യം, CPMൻ്റെ സ്ഥാനാർത്ഥികളെ താങ്കൾക്ക് പിന്താങ്ങാൻ കഴിയും. കാരണം CPM 10% റിസർവേഷൻ അനുവദിക്കുന്നതിന് മുൻകൈയെടുത്ത പാർട്ടിയാണ്. 10% സാമ്പത്തിക സംവരണം കൊടുക്കുന്നതിന് അവർക്ക് വിയോജിപ്പുമില്ല. പക്ഷേ CPI അങ്ങനെയല്ല. അതുകൊണ്ട് താങ്കൾ ഈ തെരഞ്ഞെടുപ്പിൽ 2026 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ LDFനെയാണോ പിന്തുണയ്ക്കുന്നത് അതോ CPM സ്ഥാനാർത്ഥികളെയാണോ എന്ന് കൃത്യമായി പറയാനുള്ള ഇച്ഛാശക്തി കാണിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാനിത് പറയാൻ കാരണം 3 മാസങ്ങൾക്ക് മുമ്പ് സമസ്ത നായർ സമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ പെരുമറ്റം രാധാകൃഷ്ണനുമായിട്ടൊരു അഭിമുഖം ജനഭൂമിക്ക് വേണ്ടി നടത്തുകയുണ്ടായി. NSSുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ SNS എന്ന് പറയുന്നത് വളരെ വളരെ ചെറിയൊരു സംഘടനയാണ്. SNSൻ്റെ ജനറൽ സെക്രട്ടറി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ ശ്രീ പെരുമറ്റം രാധാകൃഷ്ണൻ പറഞ്ഞു, ഒരു കാരണവശാലും സമസ്ത നായർ സമുദായത്തിൽപ്പെട്ട ആളുകൾ CPIയുടെ സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്യാൻ പാടില്ല. അത് ആത്മഹത്യാപരമാണ്. നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കണം എന്നാണ് CPI പറയുന്നത്. നിങ്ങൾ സർക്കാർ ഉദ്യോഗങ്ങളിലുള്ള അവകാശം നിഷേധിക്കണം, തുല്യനീതി നിഷേധിക്കണമെന്നാണ് CPI പറയുന്നത്. അതുകൊണ്ട് CPIയുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് സമസ്ത നായർ സമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ പെരുമറ്റം രാധാകൃഷ്ണൻ പറഞ്ഞതിനോട്
താങ്കൾ യോജിക്കുന്നുണ്ടോ? സാമ്പത്തിക സംവരണത്തെ എതിർക്കുന്ന CPIയുടെ സ്ഥാനാർത്ഥികൾക്കും ഈ NSSൻ്റെ അനുഭാവികളും അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞാൽ ആരെങ്കിലും വോട്ട് ചെയ്യുമെങ്കിൽ അവർ വോട്ട് ചെയ്യണം എന്നാണോ താങ്കൾ ആഗ്രഹിക്കുന്നത്? കൃത്യമായൊരു ഉത്തരവ് ഇക്കാര്യത്തിൽ ഉണ്ടാകണം. പ്രത്യേകിച്ച് 25ാം പാർട്ടി കോൺഗ്രസിൽ CPI പാസ്സാക്കിയ പ്രമേയത്തിലാണ് പറയുന്നത് സാമ്പത്തിക സംവരണം കൊടുക്കാൻ പാടില്ലെന്ന്. ഇക്കാര്യത്തിൽ താങ്കൾക്കൊരു അഭിപ്രായമില്ല എങ്കിൽ അത് നായർ സർവീസ് സൊസൈറ്റിക്കും നായർ സമുദായത്തിനുമൊക്കെ അപമാനകരമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ താങ്കളുടെ ഒരു വ്യക്തമായ അഭിപ്രായം പറയേണ്ട ഒരു സന്ദർഭത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും അത് പറയും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മുയലിനോടൊപ്പം ഓടാനും വേട്ടനായോടൊപ്പം വേട്ടയാടാനും ഒരു കാരണവശാലും CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അനുവദിക്കാൻ പാടില്ല. അവർക്ക് നിലപാട് വേണം. ഒന്നുകിൽ അവർ സാമ്പത്തിക സംവരണത്തെ തുറന്നെതിർത്ത് അവരുടെ വ്യത്യസ്തമായ നിലപാട് പരസ്യമായി പറഞ്ഞുകൊണ്ട് രംഗത്ത് വരാനും തെരഞ്ഞെടുപ്പിനെ നേരിടാനും CPIയുടെ സ്ഥാനാർത്ഥികൾ തയ്യാറാകണം. ഞങ്ങൾ സാമ്പത്തിക സംവരണത്തെ എതിർക്കുന്ന ആളുകളാണ്, ഞങ്ങൾ ജാതി സംവരണത്തിനെ എതിർക്കുന്നവരാണ്, ഞങ്ങൾ ജാതിയോടൊപ്പം നിൽക്കുന്നവരാണ്, ഞങ്ങൾ ഉള്ളവനെയും ഇല്ലാത്തവനെയുമായിട്ടല്ല സമൂഹത്തെ കാണുന്നത്, ജാതി തിരിച്ചാണ് കാണുന്നത്. അതാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടെന്ന് പറയാനുള്ള ആർജവും തൻ്റെടും CPIയുടെ സ്ഥാനാർത്ഥികൾക്കുണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇല്ലെങ്കിൽ അവരെ തുറന്നു കാണിക്കാനുള്ള ആർജവും NSSൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ളതിൽ താങ്കൾക്കുണ്ടോ? ഇതാണ് ഞങ്ങൾ കാത്തിരിക്കുന്ന ഉത്തരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.